കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. നമ്മൾ ഇന്ദ്രജിത്ത് അവനെ സമാധാനിപ്പിച്ച് ഞാൻ പോയി വരാമെന്ന് പറഞ്ഞ് സൈന്യങ്ങളെയും കൂട്ടി രഥത്തിലേറിയെന്നല്ലേ വായിച്ചേ. ഇനി നമുക്ക് മറ്റേ എന്താണ് എഴുത്തച്ഛൻ്റെ ആ അടയാളവാക്യം പറയണ ആ ഭാഗമൊന്ന് അത്ര ഭംഗിയുള്ളതൊന്ന് കുറച്ച് വായിക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് പിന്നെ ആദ്യം ഇവിടേക്ക് തന്നെ വരാം. അപ്പോൾ എഴുത്തച്ഛൻ്റെ ആ ഭാഗത്തിലേക്ക് പോകാം. നമുക്ക് ആ ചൂടാമണി കൊടുത്തയക്കണതേ ചികുരഭര മതിൽ മരുവും അമല ചൂടാമണി ചിന്മയി മാരുതി കയ്യിൽ നൽകിയിടിനാൾ. എന്നിട്ട് സീത പറയണേ, ഇത് വളരെ ഫേമസ് ആണല്ലോ. ശൃണുതനയ പുനരൊരടയാളവാക്യം ഭവാൻ ശ്രുത്വാ ധരിച്ചു കർണേ പറഞ്ഞിടു നീ ഭവതി പുനരതു പൊഴുതു വിശ്വാസമെന്നുടെ ഭർത്താവിനുണ്ടായി വരുമെന്നു നിർണയം ചിരമമിത സുഖമോടൊരു തപസി ബഹുനിഷ്ഠയ ചിത്രകൂടാചരത്തിങ്കൽ വാഴും വിധൗ പലലമതു പരിചിരുണക്കുവാൻ ചിക്കി ഞാൻ പാർത്തതും കാത്തിരുന്നിടും ദശാന്തരേ തിരുമുടിയും അഴകിനോട് മടിയിൽ മമ വെച്ചുടൻ തീർത്ഥപാദൻ വിരവോടുറങ്ങിടിനാൻ അതുപൊഴുതിൽ അതിചപലനായ ശക്രാത്മജൻ ആശുകാകൃതി പൂണ്ടുവന്നിടിനാൻ. ശക്രാത്മജൻ ഇന്ദ്രന്റെ മകൻ ജയന്തനെ പല പൊഴുതു പല ലശകലങ്ങൾ കൊത്തിയിടിനാൻ ഭക്ഷിച്ചു കൊള്ളുവാനെന്നോർത്തു ഞാൻ തഥാ പരുഷതരമുടനുടനെ എടുത്തെറിഞ്ഞിടിനാൻ പാഷാണജാലങ്ങൾ കൊണ്ടവൻ വപുഷിമമ ശിതചരണ നഖരതുണ്ടങ്ങളായി വായ്പോടു കീറിനാറേറെ കുപീതനായി പരമപുരുഷനും ഉടനുണർന്നു നോക്കും വിധോ പാരമൊലിക്കുന്ന ചോര കണ്ടാകുലാൽ തൃണശകലമതികുപിതനായെടുത്ത ശ്രമം ദിവ്യാസ്ത്രമന്ത്രം ജപിച്ച ഹെച്ചിടിനാൻ. ആ പുല്ലെടുത്തിട്ടേ തൃണം എടുത്തിട്ട് സഭയം അവൻ അഖില ദിശി പാഞ്ഞു നടന്നിതു സങ്കടം തീർത്തു രക്ഷിച്ചു കൊണ്ടിടുവാൻ അമരപതി കമലജഗിരീശ മുഖ്യന്മാർക്കുമാവതല്ലെന്നയച്ചോരവസ്ഥാന്തരേ രഘുതിലകൻ അടിമലരിൽ അവശമൊടു വീണിതു രക്ഷിച്ചു കൊള്ളേണമെന്നേ കൃപാനിധേ അപരമൊരു ശരണമിഹ നഹി നഹി നമോസ്തുതേ ആനന്ദമൂർത്തേ ശരണം നമോസ്തുതേ. ഇതി സഭയം അടിമലരിൽ വീണു കേണിയിടിനാൻ ഇന്ദ്രാത്മജനം ജയന്തനും അന്നേരം സവിതൃകുല തിലകനഥ സസ്മിതം ചൊല്ലിനാൻ സായകം നിഷ്ഫലമാകയില്ലെന്നുമേ. എൻ്റെ അമ്പ ഒരിക്കലും നിഷ്ഫലാവില്ല. അതിനു തവ നയനമതിൽ ഒന്നുപോം നിശ്ചയം അന്തരമില്യ നീ പൊയ്ക്കൊള്ളുക നിർഭയം. ഇത് സദയം അനുദിവസം എന്നെ രക്ഷിച്ചവൻ ഇന്നുപേക്ഷിച്ചതെന്തെന്നുടെ ദുഷ്കൃതം ഒരു പിഴയും ഒരു പൊഴുതും അതിലവനോട് ചെയ്തില്ല ഞാൻ ഒരു പിഴയും ഒരു പൊഴുതിൽ അവനോടു ചെയ്തില്ല ഞാൻ ഓർത്താലിതെന്നുടെ പാപമേ കാരണം. വിവിധമിതി ജനക നൃപ ദുഹിത് വചനം കേട്ടു വീരനമ്മാരുത പുത്രനും ചൊല്ലിനാൻ ഭവതി പുനരിവിടെ മരുവീടുന്നതേതുമേ ഭർത്താവറിയായി കൊണ്ടുവരാഞ്ഞതും ചടുതി വരും ഇനി നിശിചരൗഖവും ലങ്കയും ശാഖാമൃഗാവലി ഭസ്മമാക്കും ദൃഢം. അപ്പോൾ ചോദിക്കൂലോ സീത, പവനസുത വചനമിതി കേട്ടു വൈദേഹിയും പാരിച്ചമോദേന ചോദിച്ചരുളിനാൾ അധിക കൃശ തനുരിഹ ഭവാൻ കബീവീരരും ഈ വണ്ണമുള്ളവരല്ലയോ ചൊല്ലു നീ നിഖില
നിശിചരർ അചലനിഭ വിപുലമൂർത്തികൾ നിങ്ങളവരോടെതിർക്കുന്നതെങ്ങനെ? പവനജനുമവനി മകൾ വചനമതു കേട്ടുടൻ പർവ്വത തുല്യനായി നിന്നാൻ അതിദ്രുതം. അഥ മിഥില നൃപതി സുതയോടു ചൊല്ലിയിടിനാൾ അഞ്ജനാപുത്രൻ പ്രഭഞ്ജന നന്ദനൻ. വലുതായി നിന്നു. എന്നിട്ട് ഇതു കരുതുക അകമലരിൽ ഇങ്ങനെയുള്ളവർ ഇങ്ങി രൂപത്തൊന്നു വള്ളം പടവരും. 21 തോണി. പവനസുത മൃദുവചനം ഇങ്ങനെ കേട്ടുടൻ പത്മപത്രാക്ഷിയും പാർത്തു ചൊല്ലിയിടിനാൾ അതിവിമലൻ അമിതബലനാശര വംശത്തിനന്തകൻ നീയതീനന്തരമില്ലടോ. രജനി വിരവോടു കഴിയുമിനി ഉഴറുകെങ്കിൽ നീ രാക്ഷസ സ്ത്രീകൾ കാണാതെ നിരാകുലം ജലനിധിയും അതിചബലം ഇന്നേ കടന്നങ്ങു ചെന്നു രഘുവരനെ കാൺക നന്ദന. മമ ചരിതം അഖിലമറിയിച്ചു ചൂടാരത്നം ആശു തൃക്കൈയിൽ കൊടുക്ക വിരയനീ. വിരവിനോട് വരിക രവിസുതനും ഒരു സൈന്യവും വീരപുമാന്മാരിരൂപരുമായി ഭവാൻ വഴിയിലൊരു പിഴയും ഉപരോധവും എന്നിയേ വായുസുതാ പോക നല്ലവണ്ണം ധ്രുവം. വിനയഭയ കുതുക ഭക്തി പ്രമോദാന്വിതം വീരൻ നമസ്കരിച്ചിടിനാനന്ദികെ പ്രിയവചന സഹിതനഥ ലോകമാതാവിനെ. പിന്നെയും 3 വലത്തു വെച്ചിടിനാൻ വിടതരിക ജനനി വിട കൊള്ളുവാനടിയനു വേഗേന ഖേദം വിനാ വാഴ്ക സന്തതം. ഭവതു ശുഭമയി തനയ പതിതവ നിരന്തരം ഭർത്താരമാശു വരുത്തിയിടുകത്ര നീ. സുഖമൊടിക ജഗതി സുചിരം ജീവജീവനി സ്വസ്ത്യസ്തു പുത്രതേ സുസ്ഥിര ശക്തിയും അനിലതനയനും അഖില ജനനിയോടു സാദരം ആശീർവചനമാതായ പിൻവാങ്ങിനാൻ. അങ്ങനെയാണല്ലോ പിന്നെ അശോകവനം ഒക്കെ പോയി അടിച്ച് തോട്ടി. അപ്പോഴാണല്ലോ ഇന്ദ്രജിത്തിനൊക്കെ പഴക്കണം. അപ്പം നമുക്ക് ഈ ഇന്ദ്രജിത്തിൻ്റെ നമ്മളെവിടെ നിർത്തിവെച്ചാൽ നമുക്ക് അവിടേക്ക് പോവാം. ഇപ്പം അതായത് ഇന്ദ്രജിത്ത് രഥമേറിയിട്ട് ഹനുമാനെ എതിർക്കാനായിട്ട് വായുപുത്രൻ്റെ സമീപത്തേക്ക് പോയി എന്നാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. 93-ാമത്തെ ശ്ലോകത്തിലത്തെ ആദ്യത്തെ വരി കൂടി ചൊല്ലിയിട്ട് ഇനി 93-ലത്തെ രണ്ടാമത്തെ വരിയും 94-ഉം 95-ഉം 96-ഉം ചെല്ലാം. തതോദിഗർജിതം ശ്രുത്വാ സ്തംഭമുദ്യമ്യ വീര്യവാൻ. 94 ഉൽപ്പപാതനഭോദേശം ഗുരുത്മാനിവ മാരുതിഃ തതോ ഭ്രമന്തം നഭസി ഹനുമന്തം ശിലീമുഖൈഃ വിദ്ധ്വാ തസ്യ ശിരോഭാഗമിഷുഭിശ്ചാഷ്ടഭിഃ പുനഃ ഹൃദയം പാദയുഗളം ഷഡ്ഭിരേകേന വാലധിം ഭേദയിത്വാ തതോ ഘോരം സിംഹനാദമഥാകരോത്. അതായത് 96-ാമത്തെ ഒരു വരിയുള്ളൂ കേട്ടോ. അങ്ങനെയാണ് അവിടെയാണ് ഓരോ നിർത്താൻ സൗകര്യം വെച്ചിട്ടാണ്. ഇനി തേ അധികർജിതം ശ്രുത്വ അനന്തരം അത്ര ഉറക്കെയുള്ള ഗർജനത്തെ കേട്ടിട്ട് സ്തംഭം ഉദ്യമ്യ, അതായത് ഈ ഇന്ദ്രിയത്ത് പറഞ്ഞ് കേട്ടിട്ട് ഈ കയ്യിലുള്ള ഇരുമ്പ് തൂണ പറഞ്ഞില്ലേ അത് ഉയർത്തിയിട്ട് വീര്യവാൻ മാരുതി മഹാപരാക്രമിയായിട്ടുള്ള ഹനുമാൻ നഭോദേശം ഉൽപ്പപാത ആകാശദേശത്തെ ഉൽപ്പതിച്ചു. മീൻസ് ആകാശത്തേക്ക് ചാടി. തതഹ നഭസി ഭ്രമന്തം ഹനുമന്തം, അങ്ങനെ ആകാശത്തു കൂടെ വരണ ഹനുമാനെ ശിലിമുഖൈഹി വിദ്ധ്വ ബാണങ്ങൾ കൊണ്ട് മുറിപ്പെടുത്തിയിട്ട് അഷ്ടഭിഹി ഇഷുഭി 8 ബാണങ്ങൾ കൊണ്ട്, അഷ്ടഭി ഇഷുഭി വെച്ചാൽ 8 അമ്പുകൾ കൊണ്ട്, തസ്യ ശിരോഭാഗം അവൻ്റെ തലയെയും, ഷഡ്ഭി 6 കൊണ്ട്, ഹൃദയം പാദയുഗളം 6 ബാണങ്ങൾ കൊണ്ട് ഹൃദയത്തെയും പാദങ്ങളെയും, ഏകേന വാലധിം 1 അമ്പുകൊണ്ട് വാലിനെയും ഭേദയിത്വ ഭേദിച്ചിട്ട് തതഹ ഘോരം സിംഹനാദം അഥ അകരോത്, പിന്നെ അവിടെ ഘോരമായിട്ടുള്ള സിംഹനാദത്തെ ചെയ്തു. എന്താ അറിയോ, തൻ്റെ അടുത്തേക്ക് അഭിമുഖമായിട്ട് നേരിട്ട് വരണ ഇന്ദ്രജിത്തിൻ്റെ ആട്സന്മാരും ഉറക്കെ ഗർജിക്കുന്ന ശബ്ദം കേട്ടപ്പോൾ മഹാപരാക്രമിയായിട്ടുള്ള നമ്മുടെ ഹനുമാൻ ഇരുമ്പ് തൂണും കയ്യിൽ പിടിച്ചുകൊണ്ട് ഗരുഡനെ പോലെ ആകാശത്തേക്ക് അങ്ങോട്ട് ചാടി. ആകാശത്തിൽ ചുറ്റിത്തിരിയണ ഹനുമാൻ്റെ നേർക്ക്
അനേകം ബാണങ്ങൾ അങ്ങോട്ട് വിട്ടു. ആര്? ഇന്ദ്രജിത്തെ. പിന്നെയും എന്ത് ചെയ്തു? ആദ്യം ഒന്നിച്ച് കുറേ വിട്ടു. പിന്നെ 8 ബാണങ്ങൾ കൊണ്ട് തലയും 6 ബാണങ്ങൾ കൊണ്ട് ഹൃദയത്തിനെയും 2 കൊണ്ട് പാദങ്ങളെയും 1 ബാണം കൊണ്ട് വാലിനെയും മുറിപ്പെടുത്തിയ ഇന്ദ്രജിത്ത് ഒന്നും കൂടിയും ഉറക്കെ ഗർജിച്ചു എന്ന്. അതായത് ആദ്യം ഗർജിച്ചു, പിന്നെ ഹനുമാൻ ചാടിയപ്പോൾ അനവധി ബാണങ്ങൾ എഴുതിട്ട് ഒന്നും കൂടിയും ഗർജിച്ചു എന്നാണ് അപ്പോൾ ഇതിൽ പറഞ്ഞത് കേട്ടോ. ഇനി നമുക്ക് അത് വായിച്ചിട്ട് നമുക്ക് അടുത്തേക്ക് പോവാം. അപ്പോൾ ഈ സർഗപ്പം കഴിയും. തതോതി ഗർജിതം ശ്രുത്വാ സ്തംഭമുദ്യമ്യ വീര്യവാൻ. 94. ഉൽപ്പപാത നഭോദേശം ഗരുത്മാനിവ മാരുതി തതോ ഭ്രമന്തം നഭസി ഹനുമന്തം ശിലീമുഖൈഃ വിദ്വാ തസ്യ ശിരോഭാഗമിഷുഭി ചാഷ്ടഭി പുന ഹൃദയം പാദയുഗളം ഷഡ്ഭിരേകേന വാലധിം ഭേദയിത്വാ തതോ ഘോരം സിംഹനാദമഥാകരോത്. എന്നിട്ട് ഇങ്ങനെ പിന്നെ ഹനുമാൻ്റെ മേലേക്ക് അയച്ചിട്ട് പിന്നെയും ഗർജിച്ചു. തതോതി ഹർഷാദ് ഹനുമാൻ സ്തംഭമുദ്യമ്യ വീര്യവാൻ ജഘാന സാരഥിം സാശ്വം രഥം ചാചൂർണയത് ക്ഷണാത്. തതഃ വീര്യവാൻ ഹനുമാൻ. അതിനുശേഷം വീരപരാക്രമിയായിട്ടുള്ള ഹനുമാൻ അതിഹർഷാദ് വളരെ സന്തോഷത്തോടു കൂടി, അതായത് മനസ്സ് നിറഞ്ഞ സന്തോഷത്തോടെ, സ്തംഭമുദ്യമ്യ ആ തൂണിനെ ഉയർത്തിയിട്ട് സാരഥിം ജഘാന ആ സാരഥിയെ, രഥം ഓടിക്കുന്ന സാരഥിയെ കൊന്നു. സാശ്വം രഥം ക്ഷണാത് അചൂർണയത്. എന്നിട്ട് ആ അശ്വത്തോട്, അതായത് പിന്നെന്താണ്, കുതിരയെ കെട്ടിയിട്ടുണ്ടേ രഥത്തിലെ, ആ കുതിരയോടു കൂടി രഥത്തിനെ പൊടി ഭസ്മാക്കിന്ന്. അതിനുശേഷം ഈ ഹനുമാൻ സന്തോഷത്തോടു കൂടി ആ പിന്നെ തൂണുകൊണ്ട് ആ രഥത്തിൻ്റെ സാരഥി അടിച്ചു കൊന്നു. അതിനുശേഷം കുതിരകളെയും തേരിനെയും പൊടി ഭസ്മാക്കി. തതോതി ഹർഷാദ് ഹനുമാൻ സ്തംഭമുദ്യമ്യ വീര്യവാൻ ജഘാന സാരഥിം സാശ്വം രഥം ച അചൂർണയത് ക്ഷണാൽ പൊടി ഭസ്മാക്കിന്ന്. ഇനി തതോന്യം രഥമാദായ മേഘനാദോ മഹാബലഃ. 98. ശീഘ്രം ബ്രഹ്മാസ്ത്രമാദായ ബദ്ധ്വാ വാനരപുംഗവം നിനായ നികടം രാജ്ഞോ രാവണസ്യ മഹാബലഃ. തതഃ മഹാബല മേഘനാഥ. ഈ അനന്തരം മഹാബലവാനായിട്ടുള്ള മേഘനാഥൻ, മേഘത്തിൻ്റെ അതായത് ഇടി പോലത്തെ ശബ്ദമാണ്, ഇടി ഗർജനം അങ്ങനെയാണ്. അതായത് മേഘനാഥം എന്നാണ് പറയണത്. അതായത് ഇടിയുടെ ശബ്ദത്തോടു കൂടി വെച്ചാൽ എന്താ, ഇടി വെട്ടണ പോലുള്ള ശബ്ദമാണ് ഈ ഇന്ദ്രജിത്തിൻ്റെ. അതുകൊണ്ടാണ് ഇന്ദ്രജിത്തിന് മേഘനാഥൻ എന്നും കൂടി പേരുണ്ടേ. അപ്പോൾ തഥാ മഹാബല മേഘനാഥ. അതിനുശേഷം മഹാബലശാലിയായിട്ടുള്ള മേഘനാഥൻ ഇന്ദ്രജിത്ത് അന്യം രഥം ആദായ വേറൊരു രഥം കൊണ്ടുവന്നിട്ട് എടുത്തിട്ട് ശീഘ്രം ബ്രഹ്മാസ്ത്രം ആദായ വേഗം ബ്രഹ്മാസ്ത്രം എയ്തു വാനരപുങ്കവും ബദ്ധ്വ. ബ്രഹ്മാസ്ത്രം കൊണ്ട് ഈ ഹനുമാനെ ഇങ്ങോട്ട് ബന്ധിച്ചു. അത്ര എളുപ്പമൊന്നുമല്ല ബ്രഹ്മാസ്ത്രത്തിൽ നിന്ന് രക്ഷപ്പെടാനേ. അപ്പോൾ ബ്രഹ്മാസ്ത്രം കൊണ്ട് ബന്ധിച്ചിട്ട് വാനരപുങ്കവം ബദ്ധ്വാന്ന്, അതായത് ഹനുമാനെ ബന്ധിച്ചിട്ട് മഹാബലമുള്ളവൻ രാജ്ഞഃ രാവണസ്യ നികടം നിനായ രാജാവായ രാവണൻ്റെ അടുത്തേക്ക് ഈ ഹനുമാനെയും കൊണ്ടുപോയി. അപ്പോൾ ഇങ്ങനെ തേരും സാരഥിയും തേരും കുതിരയൊക്കെ പൊടിഭസ്മാക്കി പറഞ്ഞില്ലേ. അപ്പോൾ എന്താ ചെയ്ത്, ഉടനെ വേറൊരു തേരെടുത്തു. മഹാബലവാനായിട്ടുള്ള ഇന്ദ്രജിത്ത് വേറൊരു തേരിലിരുന്നിട്ട് ഹനുമാൻ്റെ നേർക്കും ഇങ്ങോട്ട് ചെന്നിട്ട് വേഗം ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ച് ഹനുമാനെ ബന്ധിച്ചു. ഹനുമാൻ അതന്നെ വേണ്ടതാ. കാരണം എന്താ അറിയോ, ബന്ധനത്തിലാക്കിയിട്ട് രാവണൻ്റെ മുമ്പിലേക്ക് കൊണ്ടുപോകണം. എന്നാലല്ലേ രാവണനെ കണ്ട് പറയാൻ സാധിക്കുള്ളൂ 2 വാക്ക്. അതാണ് എന്നിട്ട് പിന്നെ രാജാവായിട്ടുള്ള രാവണൻ്റെ സമീപത്തേക്ക് കൊണ്ടുവന്നു. ബ്രഹ്മാസ്ത്രം കൊണ്ട് ബന്ധിച്ചിട്ട് ഇന്ദ്രജിത്ത് അല്ലെങ്കിൽ മേഘനാഥൻ ഹനുമാനെ രാവണൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു.
തതോന്യം രഥം ആദായ മേഘനാദോ മഹാബല വേറൊരു രഥത്ത് വന്നു. എന്നിട്ടോ ശീഘ്രം ബ്രഹ്മാസ്ത്രമാദായ ബദ്ധ്വാ വാനരപുങ്കവം, ബ്രഹ്മാസ്ത്രം കൊണ്ട് വാനര ശ്രേഷ്ഠനെ ബന്ധിച്ചിട്ട് നിനായ നികടം രാജ്ഞോ രാവണസ്യ മഹാബലവാനായിട്ടുള്ള രാവണൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. ഇനി യസ്യ നാമ സതതം ജപന്തിയേ അജ്ഞാനകർമ്മകൃതബന്ധനം ക്ഷണാത് സദ്യ ഏവ പരിമുച്യ തൽപദം യാന്തി കോടിരവിഭാസുരം ശിവം. ഇനി 99 ഇനി 100-ാമത്തെയും കൂടി വായിച്ചാൽ അതാണ് അവസാനത്തെ, അതും കൂടി ഒന്നിച്ചാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. തസ്യൈവ രാമസ്യ പദാംബുജം സദാ ഹൃത്പത്മമധ്യേ സുനിധായ മാരുതിഃ സദൈവ നിർമുക്ത സമസ്തബന്ധന കിം തസ്യ പാശൈരിതരൈശ്ച ബന്ധനൈ. ഏതൊരു ആൾക്കാർ, അതായത് ഏതൊരു ഭക്തന്മാർ യസ്യ നാമ സതതം ജപന്തി, ഈ ഭഗവാന്റെ നാമത്തെ എപ്പോഴും ജപിക്കുന്നുവോ, തേ അവർ അജ്ഞാനകർമ്മകൃത ബന്ധനം, അജ്ഞാനം കൊണ്ട് നമ്മൾക്കുണ്ടാവുന്ന ഈ ബന്ധനത്തെ സദ്യ ഏവ പരിമുച്യ, ഉടനെ തന്നെ ആ കർമ്മബന്ധനത്തിൽ നിന്ന് മുക്തി ലഭിക്കും. കോടിരവിഭാസുരം ശിവം തത്പദം യാന്തി, എന്നിട്ട് കർമ്മബന്ധനത്തിൽ നിന്ന് മോചനം ലഭിച്ചിട്ട് കോടി സൂര്യപ്രകാശമുള്ളതും ആനന്ദപ്രദമായിട്ടുള്ള ഭഗവാന്റെ സ്ഥാനത്തിലേക്ക് ആര് യാത്ര ചെയ്യുന്നുവോ, തസ്യ രാമസ്യ ഏവ, ആ രാമൻ്റെ തന്നെ പാദാംബുജം, പാദാരവിന്ദങ്ങളെ ഹൃത്പത്മമധ്യേ, ഹൃദയത്തിൻ്റെ ഉള്ളിൽ, ഹൃദയത്തിൻ്റെ ഉള്ളിലത്തെ താമരയിൽ, ഹൃദയപത്മമധ്യത്തിൽ സുനിധായ മാരുതി ഉറപ്പിച്ചിട്ട് ഹനുമാൻ സദായേവ നിർമുക്ത സമസ്തബന്ധന, എപ്പോഴും നിശേഷം മോചിക്കപ്പെട്ടിരിക്കുന്ന സകല ബന്ധത്തോടും കൂടിയനാവുന്നു. തസ്യ പാശൈഹി ഇതരൈ ബന്ധനൈഹി ചാക്കിം, അവന് ഈ ബാക്കി പാശങ്ങൾ കൊണ്ടുള്ള ബന്ധം ഒന്നും ഒരു ബന്ധനങ്ങളല്ല എന്ന് പറഞ്ഞാൽ, ഇവിടെ എന്താ വെച്ചാൽ ഇങ്ങനെ ബ്രഹ്മാസ്ത്രം കൊണ്ട് ബന്ധിതനായപ്പോൾ എന്താണ് ഹനുമാൻ ചെയ്തത്? ഒന്നും പാനിക്ക് ഇതൊന്നുമില്ല, ഒന്നും പാനിക്കുകയോ ഒന്നും ചെയ്തില്ല. അതൊന്നും ആവശ്യമില്ല എന്നറിയാം ആർക്ക്? ഹനുമാന്. ഭഗവാന്റെ പാദങ്ങളെ ശരണാഗതി അടയെ മാത്രമേ വേണ്ടൂ, ഈ ബന്ധനം എന്നൊരു ബന്ധനമല്ല എന്നറിയാം. അതുകൊണ്ട് എന്താ ചെയ്തറിയോ, ഏതൊരു ഭഗവാന്റെ നാമത്തെ നിരന്തരം ജപിക്കുന്ന ഭക്തന്മാർ അജ്ഞാനം കൊണ്ടുണ്ടാവുന്ന കർമ്മബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട് കോടി സൂര്യപ്രകാശമുള്ളതും പരമാനന്ദ സ്വരൂപമായ ഭഗവാന്റെ ലോകത്തെ പ്രാപിക്കുന്നുവോ. അതായത് ഏത് ഭക്തന്മാരാണ് ഭഗവത് നാമം ജപിച്ചാൽ അവർക്ക് എന്താ ഉണ്ടാവുക? കർമ്മബന്ധനത്തിൽ നിന്ന് മോചനം കിട്ടി അവർ ആ കോടി സൂര്യപ്രകാശമുള്ളതും പരമാനന്ദ സ്വരൂപവുമായിട്ടുള്ള ഭഗവാന്റെ ലോകത്തെ പ്രാപിക്കുന്നുവോ, ആ രാമൻ്റെ, ഏത് ഭക്തന്മാരങ്ങനെ ചെയ്താലും ആ രാമ ലോകത്തിലെത്തും. അങ്ങനത്തെ രാമൻ്റെ പാദാരവിന്ദത്തെ എപ്പോഴും ഹൃദയാരവിന്ദത്തിൽ, അതായത് ഹൃദയത്തിൻ്റെ ഉള്ളിലത്തെ താമരയിൽ ഉറപ്പിച്ചു വെച്ചിരിക്കണം ഹനുമാൻ. അങ്ങനത്തെ ആർക്കും മോക്ഷം, ഏതൊരാൾക്കും ഭഗവത് നാമം ജപിച്ചാൽ കർമ്മബന്ധനത്തിൽ നിന്ന് മോചനം കൊടുത്ത് സ്വന്തം ലോകത്തിലേക്ക് കൊണ്ടുപോകുന്ന ആ ശ്രീരാമ ഭഗവാനെ ഹൃദയപത്മത്തിൽ വെച്ച് ഹനുമാൻ സകല സംസാര ബന്ധനത്തിൽ നിന്നും വിട്ടിരിക്കുന്ന ഒരു ഭക്തനാണ്. അങ്ങനെയുള്ളൊരു ഭക്തന് കയറുകൊണ്ടും ഇങ്ങനത്തെ ബ്രഹ്മാസ്ത്രം കൊണ്ടുള്ള മറ്റ് ബന്ധങ്ങളൊക്കെ അവനെ ബന്ധിക്കാൻ പറ്റുമോ? അവനെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന്. അതായത് ഭഗവാനെ മധ്യത്തിൽ വെച്ച് ധ്യാനിക്കണ ഒരു ഭക്തനെ ഒരു അസ്ത്രങ്ങൾക്കും, ഈവൻ ബ്രഹ്മാസ്ത്രത്തിന് പോലും ബന്ധിക്കാൻ പറ്റില്ല. അതായത് ഈ ഭഗവാനെ ഹൃദയപത്മത്തിൽ ഉറപ്പിച്ചിരിക്കുന്ന ഹനുമാൻ സകല സംസാര ബന്ധനത്തിൽ നിന്നും വിട്ട ആളാണ്. അങ്ങനെയുള്ള ആളെ ബ്രഹ്മാസ്ത്രത്തിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നാണ്
ഇതിൽ ചോദിക്കണേ, അതായത് ഈ ഭഗവാന്റെ നാമത്തെ ആരാണ്, ഏത് ഭക്തനാണ് ഭക്തിപൂർവം ജപിക്കണത് രാമനാമം, ആ ആളെ സകല സംസാര ബന്ധനങ്ങളും നശിപ്പിച്ച് ഭഗവാന്റെ ലോകത്തേക്ക് ഭഗവാൻ കൊണ്ടുപോകും. അങ്ങനത്തെ ശ്രീരാമനെയാണ് വളരെ വിശ്വാസത്തോടു കൂടി ഹൃദയ കമലത്തിൻ്റെ ഉള്ളിൽ ഉറപ്പിച്ച് വെച്ചിരിക്കണത്. അങ്ങനത്തെ ആൾക്ക് എന്ത് സംസാര ബന്ധനമാണുള്ളത്? അതായത് ഹനുമാൻ സംസാര ബന്ധനം വിട്ട ഒരു ഭക്തനാണെന്ന് പറയുകയാണ്. അത്ര വലിയ ഭക്തനല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ കയറുകൊണ്ടോ വേറെ ഏതെങ്കിലും അസ്ത്രം കൊണ്ടോ അല്ലെങ്കിൽ ബ്രഹ്മാസ്ത്രം കൊണ്ടോ ബന്ധിക്കാൻ നോക്കിയാൽ പറ്റുമോ? ഇല്ല. ആ ബന്ധനങ്ങളൊന്നും ഹനുമാനെ ബന്ധിക്കാൻ പറ്റില്ല. കാരണം ഭഗവാനെ ഹൃദയപത്മത്തിൽ വെച്ച ആളാണ് എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു അധ്യായം, അല്ല ഈ ഒരു അതായത് സുന്ദരകാണ്ഡത്തിലത്തെ 3-ാം സർഗം അവസാനിപ്പിക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ ഇത് വായിച്ച് വേണമെങ്കിൽ അതൊന്ന് കുറച്ച് വായിക്കാം. പുതു തുടങ്ങാൻ സമയമില്ല. നോക്കട്ടെ, ഇതിൻ്റെ വായിച്ചിട്ട് നോക്കാം. യസ്യ നാമ സതതം ജപന്തിയേ അജ്ഞാനകർമ്മകൃതബന്ധനം ക്ഷണാൽ സദ്യ ഏവ പരിമുച്യ തൽപദം യാന്തി കോടിരവിഭാസുരം ശിവം തസ്യൈവ രാമസ്യ പദാംബുജം സദാ ഹൃത്പത്മമധ്യേ സുനിധായ മാരുതിഃ സദൈവ നിർമുക്ത സമസ്തബന്ധനഃ. സമസ്ത ബന്ധനത്തിൽ നിന്നും മുക്തനാണ് ഹനുമാനെ. കാരണം ഹൃദയപത്മത്തിൽ ഭഗവാനെ വെച്ചതുകൊണ്ട്. കിം തസ്യ പാശൈരിതരൈശ്ച ബന്ധനൈഃ ഇതി ശ്രീമദ് അധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ സുന്ദരകാണ്ഡേ തൃതീയ സർഗഃ എന്ന് പറഞ്ഞ് നമ്മളിന്ന് തൃതീയ സർഗം ഇവിടെ കഴിഞ്ഞു. അപ്പോൾ മറ്റേ അതിലുള്ളൊരു ലേശം വേണമെങ്കിൽ നമുക്ക് ഇതിൽ വായിക്കാം. പിന്നെ ഈ എന്താ പറയുക, ഈ മറ്റേ എഴുത്തച്ഛൻ്റെ വേണമെങ്കിൽ കുറച്ച് ഭാഗം, അതായത് ഏത് ഭാഗം ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകണം. ഇപ്പം നമ്മൾ അവസാനിപ്പിച്ച ഭാഗം ആണ് വായിക്കാൻ. ഹനുമാനെ അങ്ങോട്ട് കൊണ്ടുപോകണ ഭാഗം വായിക്കാട്ടോ ഞാൻ. അതാണ്. അപ്പോൾ ആകാശത്തേക്ക് പറന്നു, അപ്പോൾ അടിച്ചു എന്നാണല്ലോ പറഞ്ഞത്. അനവധി അമ്പൊക്കെ എഴുതു. പിന്നെ അവസാനം ഈ രഥമൊക്കെ നശിപ്പിച്ചപ്പോൾ ബ്രഹ്മാസ്ത്രം എഴുതു എന്നല്ലേ പറഞ്ഞത്. ആ ഭാഗം ഏകദേശം വായിക്കാം. ഗരുഡനിഭൻ അഥ ഗഗനം ഉൽപ്പതിച്ചിടിനാൻ ഗർജനപൂർവകം മാരുതി വീര്യവാൻ ബഹുമതിയും അകതളിരിൽ വന്നു പരസ്പരം ബാഹുബല വീരവേഗങ്ങൾ കാണുകയാൽ പവനസുത ശിരസി ശരം 5 കൊണ്ടെയ്തിതു പാകാരിജിത്തായ പഞ്ചാസ്യ വിക്രമൻ. 5 ഇത് തലയിലേക്ക് പറഞ്ഞല്ലോ. അതസപതി ഹൃദി വിശിഖം 8 കൊണ്ടെയ്തു മറ്റാറാറു ബാണം പദങ്ങളിലും തഥാ ശിതവിശിഖമധികതരം 1 വാൽമേലെയ്തു സിംഹനാദേന പ്രപഞ്ചം കുലുക്കിനാൻ തദനു കപി കുലതിലകൻ അമ്പുകൊണ്ടാർത്തനായി സ്തംഭേന സൂതനെ കൊന്നിതു സത്വരം. അതാണ് ആ സാരഥിയെ കൊന്നു. തുരകയുധ രഥവുമഥ ചടിതി പൊടിയാക്കിനാൻ ദൂരത്തു ചാടിനാൻ മേഘനിനാദനും അപരമൊരു രഥമധിക വിതതമുടനേറി വന്നസ്ത്രശസ്ത്രൗഘവരീഷം തുടങ്ങിനാൻ രുഷിതമതി ദശവദന തനയ ശരപാതേന രോമങ്ങൾ നന്നാലു കീറി കവീന്ദ്രനും അതിനുമൊരു കെടുതിയവനില്ലെന്നു കാണുകയാൽ അംഭോജ സംഭവ ബാണമെയ്തിടിനാൻ. സാധാരണ അസ്ത്രങ്ങളെ കൊണ്ട് പറ്റാത്തോണ്ടാണ് ബ്രഹ്മാസ്ത്രം. അംഭോജ സംഭവൻ്റെ ചെന്ത താമരയിൽ നിൽക്കുന്ന ദൈവം ബ്രഹ്മാസ്ത്രം എയ്തു. അനിലജനും അതിനെ ബഹുമതിയോടുടൻ ആദരിച്ചാഹന്ത മോഹിച്ചു വീണിതു ഭൂതലേ. അപ്പോൾ അതിനെ ആദരിച്ചു. അത് പറഞ്ഞിട്ടില്ല ഈ അധ്യാത്മരാമായണത്തിൽ. ഇപ്പോൾ നമ്മൾ വായിച്ചാൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇതിൽ ഈ ബ്രഹ്മാസ്ത്രത്തിനെ ആദരിച്ചുകൊണ്ട് ബ്രഹ്മാവിൻ്റെ അല്ലേ അത് ഇങ്ങനെ മോഹിച്ചു വീണു, ബോധം കെട്ട് വീണു എന്നാണ്. ഇനി രാവണൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി എന്നും കൂടി പറഞ്ഞു നിർത്താം കേട്ടോ. ദശവദന സുതൻ അനിലതനയനെ നിബന്ധിച്ചു തൻ പിതാവിൻ മുമ്പിൽ വെച്ചു വണങ്ങിനാൻ
പവനജനു, ഇനി ഹനുമാനൊരു മനസ്സിന് വിഷമം ഉണ്ടായില്ല എന്ന് പറഞ്ഞുവല്ലോ. പവനജനു മനസ്സിയൊരു പീഡയുണ്ടായില്ല പണ്ടു ദേവന്മാർ കൊടുത്ത വരത്തിനാൽ. നളിനദള നേത്രം രാമൻ തിരുവടി നാമാമൃതം ജപിച്ചിടും ജനം തഥാ. അമലഹൃതി മധുമഥന ഭക്തി വിശുദ്ധരായി അജ്ഞാന കർമ്മ കൃതബന്ധനം ക്ഷണാൽ. ഇപ്പം അവിടെ പറഞ്ഞ തന്നെ സുചിര വിരചിതമവി വിമുച്യ ഹരിപദം സുസ്ഥിരം പ്രാപിക്കുമില്ലൊരു സംശയം. ഭഗവൻ നാമം ജപിച്ചാലേ രഘുതിലക ചരണയുഗം അകതളിരിൽ വെച്ചൊരു രാമദൂതന്നു ബന്ധം ഭവിച്ചിടുമോ. മരണജനിമയ വികൃതി ബന്ധമില്ലാതോർക്കും മറ്റുള്ള ബന്ധനം കൊണ്ടെന്തു സങ്കടം. കപടമതി കലിതകര വിവശത്വവും കാട്ടിക്കിടന്നു കൊടുത്തോരനന്തരം പലരുമതി കുതുകമൊടു നിശിചരണഞ്ഞുടൻ പാശഖണ്ഡേന ബന്ധിച്ചതു കാരണം. ഒന്നും ഏശിയില്ല എന്ന് പറഞ്ഞ് നമുക്കിവിടെ നിർത്താം. ഇനി നാളെ രാവണൻ്റെ അടുത്ത് എന്നിട്ട് പിന്നെ രാവണൻ്റെ ചോദ്യവും ഹനുമാൻ്റെ ഉത്തരവൊക്കെ നമുക്ക് നാളെ ചെയ്യാം. അതായത് 4ാമത്തെ സർഗത്തിലേക്ക് നമ്മൾ കടക്കും. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. ഗുരുവായൂരപ്പ ശരണം.